നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഫിംഗേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നേരിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് തൈര് വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് ചില്ലി സോസ് വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച മസാലയിൽ നിന്ന് കുരുമുളക് പൊടി പകുതി, നമ്മൾ എടുത്തു വെച്ച 1 ടീസ്പൂണിന് പകുതി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി അത് തേച്ച് വിടാം, പിന്നെ ഒറിഗാനോ, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചില്ലി സോസ്, പിന്നെ കുറച്ച് തൈര്, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണം. നന്നായിട്ടൊന്ന് പെരക്കി വെക്കാം. നമുക്കിത് കുറച്ച് മൈദയും കൂടി ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് എടുത്ത് ഇതെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂറിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 3 മണിക്കൂറല്ല, നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിലും വെക്കാം. അത്രയും നല്ലോണം മസാല പിടിക്കും. ഞാനിവിടെ ഒരു 3 മണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സ് തയ്യാറാക്കണം, കോട്ട് ചെയ്യേണ്ട. അതിലേക്ക് മൈദേൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ വേണ്ട, ഒരു 2 നുള്ളിൻ്റെ കണക്കിന് ബേക്കിംഗ് പൗഡർ, പിന്നെ സോൾട്ട്, നമ്മളെടുത്ത് വെച്ച് സോൾട്ട് കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ കുരുമുളക് പൊടി പെപ്പർ പൗഡർ, പിന്നെ ചില്ലി പൗഡർ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അല്ലേ മിക്സിനെടുത്ത്, ഇത് അതും ഇട്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ ഉണ്ട് 3 ടേബിൾ സ്പൂൺ എടുത്ത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ പൗഡറെല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മൾ മൈദ കോട്ട് ചെയ്യേണ്ട മൈദ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഡിപ്പ് ചെയ്യേണ്ട ഐസ് വാട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ചിക്കനും റെഡി ആയിട്ടുണ്ട്, 3 മണിക്കൂർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആദ്യം ഇതിൽ നിന്ന് ഓരോരോ പീസ് ഫിംഗർ പീസ് എടുത്തിട്ട് നമുക്ക് ഈ മൈദ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം. മൈദ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് അതെന്താക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഐസ് വാട്ടറിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ എടുക്കുക, ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് പൊതിഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ് ഇപ്പുറത്തെ കൈ ഉപയോഗിക്കാണ്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. ഇതുപോലെ കുടയുക. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പൗഡർ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കേണ്ട രീതിയിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പീസെല്ലാം നല്ലോണം മൈദയിലും ഐസ് വാട്ടറിലും മൈദയിലും ആയിട്ട് നല്ലോണം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു ആദ്യം നല്ല ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ. നേരിയ പീസാണ് വേഗം പോകും, എന്നാലും ഒന്ന് വെന്ത് വരേണ്ട സമയം. ഇപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.
അടുത്ത ഇട്ട ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. സോസിൻ്റെ കൂടെ തിന്നാനും മയോണീസ് എല്ലാം കൂടി തിന്നാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.